ലെജൻഡർ പോളിനോമിയൽ നമ്മൾ ഇന്നലെ ജസ്റ്റ് എന്താണ് ലെജൻഡർ പോളിനോമിയൽ എന്ന് പറയാൻ മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ ലെജൻഡേഴ്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലെജൻഡർ പോളിനോമിയൽ ലഭിച്ചത്. ലെജൻഡേഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 - x² y ഡബിൾ ഡാഷ് മൈനസ് 2xy ഡാഷ് മൈനസ് n ഇൻറ്റു n പ്ലസ് 1y ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മുടെ ലെജൻഡേഴ്സ് ഇക്വേഷൻ. സോ നമ്മളിത് നമ്മളുടെ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷനിലേക്ക് ചേഞ്ച് ചെയ്തു. t = 1 - x/2 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിന് നമ്മളൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേർന്നു. ഈ ഫൊബേനിയസ് സീരീസ് സൊല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷന്റെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൊല്യൂഷൻ എഴുതി. നമുക്ക് ലഭിച്ച സൊല്യൂഷൻ y = f of -n n plus 1 x/2. ഇതായിരുന്നു സൊല്യൂഷൻ. y = ദിസ് ഫംഗ്ഷൻ. ഓക്കെ, സോ ഈ കാണുന്ന എക്സ്പ്രഷൻ ഒരു പോളിനോമിയൽ ആയിരിക്കും എന്നാണ് നമ്മൾ അവസാനം പറഞ്ഞത്. പോളിനോമിയൽ ആവാനുള്ള കാരണം ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് n എന്നാണ്. സോ സ്വാഭാവികമായും a × a+1 × a+2 എക്സെട്ര അങ്ങനെയാണ് nth ടേമിൽ വരിക. nth ടേം എത്തുന്ന സമയത്ത് a എന്ന് പറഞ്ഞ ഇവിടെ -n ആണ്. -n + n എന്ന ഒരു ടേം വരുന്നതോടുകൂടി ഇത് ആ ടേം അവിടെ വെച്ചിട്ട് ക്യാൻസൽ ആവും, 0 ആയിട്ട് മാറും. ബാക്കി വരുന്ന ടേംസ് ഒക്കെ 0 ആയിട്ട് മാറും. സോ ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഒരു ഇൻഫിനിറ്റ് സീരീസ് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല. ഫൈനൈറ്റ്ലി മെനി ടേംസ് ഉള്ള ഒരു എക്സ്പ്രഷൻ മാത്രമേ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു പോളിനോമിയൽ ആണ്. ആ പോളിനോമിയലിനെ നമ്മൾ ലെജൻഡർ പോളിനോമിയൽ എന്ന് വിളിച്ചു. അതാണ് Pn(x). ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഈ ലെജൻഡർ പോളിനോമിയലിനെ നമ്മൾ f(abc(x) എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 1 + n × n + 1/1 ഫാക്ടോറിയൽ സ്ക്വയർ നമ്മൾ എഴുതിയിരുന്നു. × 2 × 2⁻1 ആണ് ഇവിടെ വരിക. × x - 1 പ്ലസ് എക്സെട്ര. ഞാൻ nth ടേം എഴുതാൻ പോവാണ്. nth ടേം എഴുതുന്ന സമയത്ത് എല്ലാം കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയത് 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു 2n ഇൻറ്റു x - 1 ഹോൾ റേസ് ടു n എന്നായിരുന്നു. ഓക്കെ, സോ ഈ കാണുന്ന എക്സ്പാൻഷന് നമ്മൾ നമ്പർ 2 എന്ന് കൊടുത്തു. ദെൻ ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, ഇന്നലെ ആ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരും എന്നോട് എടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ ഒന്നും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഈ ഇതിന്റെ സീക്വൻസിന്റെ സൊല്യൂഷൻ സാധാരണഗതിയിൽ നമ്മൾ എഴുതുമ്പോൾ x⁻m × σ(an x⁴n) ആണല്ലോ. സോ ഈ x⁻n കോയിഫിഷ്യന്റ് ഈ an-ഉം ഇവിടുത്തെ ഞാൻ nth x⁻n കോയിഫിഷ്യന്റ് an ആയിട്ട് വരുന്ന ഈ എക്സ്പ്രഷൻ ആണ്. അതും സെയിം ആവുമോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ആക്ച്വലി അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ x - 1 എന്ന ടേം ഉണ്ട്. അടുത്തത് വരുന്നത് x - 1 സ്ക്വയർ ആണ്. അവിടെ ശരിക്കും ഒരു എക്സ് ടേം വേറെ വരുന്നുണ്ട്. എല്ലാ എക്സ് ടേംസിന്റെയും കൂടെ സമ്മ് കാണുന്ന സമയത്തുള്ളതാണ് ആക്ച്വലി എക്സിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ എക്സ്പ്രഷൻ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x⁻n എന്ന എക്സ്പ്രഷൻ ഇവിടെ മാത്രമേ വരുള്ളൂ. തൊട്ട് മുമ്പുള്ളത് x - 1 n - 1 ആണ്. അത് എക്സ്പാൻഡ് ചെയ്താലും x⁻n വരില്ല. സോ x⁻n എന്ന എക്സ്പ്രഷൻ ആകെ വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ ഒരു ടേമിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ an-ഉം ഇവിടെ ഞാൻ എഴുതാൻ പോകുന്ന nth ടേം x⁻n കോയിഫിഷ്യന്റും x⁻n ടേംസിൽ സെയിം ആണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ n, ഇതാണ് ഞാൻ an ആക്കി എഴുതുന്നതെങ്കിൽ an = 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു 2n. ഞാൻ an ആക്കി എഴുതുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാണുന്ന എക്സ്പ്രഷൻ n-ന് എത്ര കൊടുക്കണം? n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ കിട്ടണ്ടേ എന്നാണ് നമുക്ക് തോന്നുക. അത് കിട്ടില്ല. കാരണം ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞ ഇത് മാത്രമല്ല, ഇവിടെ ഒരു എക്സ് വരുന്നുണ്ട്, x - 1 ഹോൾ സ്ക്വയർ എന്ന ടേമിൽ എക്സ് വരുന്നുണ്ട്, x - 1 ഹോൾ ക്യൂബിൽ എക്സ് വരുന്നുണ്ട്, അങ്ങനെ x - 1 റേസ് ടു n വരെ എക്സ് ടേം വരുന്നുണ്ട്. അതിനെല്ലാം കൂടെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ടേം ആണ് വരിക. ഓക്കെ, സോ നല്ലൊരു ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. സോ നമ്മൾ ഇതിൽ കാണുന്ന സീരീസിൽ കോയിഫിഷ്യന്റ് ഓഫ് x⁻n-നെ ഞാൻ an എന്ന് വിളിക്കുന്നു. സോ ദിസ് ഈക്വൽ ടു 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു 2n. സോ ഇവിടെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഇനി നമുക്ക് ഈ കാണുന്ന Pn(x)നെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. സോ ദാറ്റ് ഫോർമുല ഈസ് ആക്ച്വലി കോൾഡ് ദ റോഡ്രിക്സ് ഫോർമുല. റോഡ്രിക്സ് ഫോർമുലയിലേക്കാണ് നമ്മളിനി വരുന്നത്. ഓക്കെ, സോ റോഡ്രിക്സ് ഫോർമുല പറയുന്നതിന് മുമ്പായിട്ട്, നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ Pn(x) എന്ന് പറയുന്നത് നമ്മളുടെ ഈ കാണുന്ന ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷനെയാണ് നമ്മൾ Pn(x) എന്ന നൊട്ടേഷൻ കൊടുത്തത്. ലെജൻഡേഴ്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 27 റെഗുലർ സിംഗുലർ പോയിന്റ്സ് എന്ന സെക്ഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഇതേ ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു.
സോ ആക്ച്വലി അവിടെ വന്ന റിസൾട്ട് നിങ്ങളൊന്ന് നോട്ടിലൊന്ന് ബാക്കോട്ട് മറിച്ച് നോക്കുക. ലെജൻഡേഴ്സ് ഇക്വേഷൻ രണ്ടാമതായിട്ട് ആ സെക്ഷൻ 27 രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലെജൻഡേഴ്സ് ഇക്വേഷൻ. ഇങ്ങനെയാണ് എഴുതിയത്: 1 മൈനസ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 2x വൈ ഡാഷ് പ്ലസ് പി ഇൻറ്റു പി പ്ലസ് 1 വൈ എന്നായിരുന്നു, വൈ ഈക്വൽ ടു 0 എന്നായിരുന്നു ലെജൻഡേഴ്സ് ഇക്വേഷൻ നമ്മൾ എഴുതിയത്. ഇവിടെ ആകെ വ്യത്യാസമില്ല, പിക്ക് പകരം n ആണെന്നുള്ള ഡിഫറൻസ് മാത്രം, പിക്ക് പകരം മൈനസ് n ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ കാണുന്ന ലെജൻഡേഴ്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ അവിടെ കണ്ടുപിടിച്ചപ്പം സൊല്യൂഷൻ ലഭിച്ചത് ഈ ഫോമിൽ ആയിരുന്നു: y ഇസ് ഈക്വൽ ടു a നോട്ട് ഇൻറ്റു 1 മൈനസ് p ഇൻറ്റു പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, നോട്ടിൽ ഒന്ന് മറച്ചു നോക്കുക, പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സംതിങ് ഇൻറ്റു എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര. അതായിരുന്നു ഒരു സൊല്യൂഷൻ. പ്ലസ് അനദർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടിയത് a1 ഇൻറ്റു എക്സ് മൈനസ് p minus 1 into p minus 2 divided by 3 factorial x cube plus etc into x raised to 5 plus etc. ഇത്തരത്തിലാണ് നമുക്ക് ലെജൻഡേഴ്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ ഫൊബേനിയസ് സീരീസ് മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതെല്ലാം ഈ കാണുന്നത് ഒരു സൊല്യൂഷൻ ആണ്, ഇത് മറ്റൊരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ്. ഈ കാണുന്ന സൊല്യൂഷൻ നോക്കിയാൽ അതിൽ എക്സ് റേസ് 0, എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു 4 അതുപോലുള്ള ടേംസ്, എക്സിന്റെ ഈവൻ പവേഴ്സ് ആണ് ഈ സൊല്യൂഷനിൽ വരുന്നത്. സെക്കൻഡ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷനിലാവട്ടെ എക്സിന്റെ ഓഡ് പവേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ നമ്മൾ പി എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയതിനാൽ, സൊല്യൂഷൻ നമ്മൾ മറ്റൊരു രീതിയിൽ പി എൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചതാണ്. ഈ n ഈവനും ഓഡും ആവുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന സൊല്യൂഷൻ ഒന്നുകിൽ എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു 4 അങ്ങനെ എക്സിന്റെ ഈവൻ പവേഴ്സ് ഉള്ള സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എക്സിന്റെ ഓഡ് പവേഴ്സ് ഉള്ള സൊല്യൂഷൻ ആയിരിക്കും. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇത് നമ്മൾ മുമ്പ് പഠിച്ച സെക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, സോ Pn of x equal to an x raised to n plus an minus 2 x raised to n minus 2 plus etc. plus an minus 4 x raised to n minus 4 plus etc. The reason is that Pn of x is a polynomial of degree n that contains only even powers of x, only even powers of x or only odd powers of x, according as n is even or odd. സെക്ഷൻ 27 നമ്മൾ ലെജൻഡർ പോളിനോമിയൽ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ലഭിച്ച ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചില സമയത്ത് അതായത് ഒരു സൊല്യൂഷനിൽ എക്സിന്റെ ഈവൻ പവേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, മറ്റു സമയങ്ങളിൽ അത് എക്സിന്റെ ഓഡ് പവേഴ്സ് മാത്രമേ സൊല്യൂഷനിൽ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ n ഈവനും ഓഡും ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് it contains only even powers of x or only odd powers of x. അതുകൊണ്ട് നമുക്ക് Pn of x എഴുതുന്ന സമയത്ത് an x raised to n plus an minus 1 x raised to n minus 1 plus etc. അങ്ങനെ എല്ലാ ടേംസും എഴുതേണ്ട ആവശ്യമില്ല. x raised to n എഴുതി കഴിഞ്ഞാൽ then x raised to n minus 2 x raised to n minus 4 plus etc. ഇങ്ങനെ മാത്രമേ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഇതിങ്ങനെ ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് പോകില്ല, കാരണം ദിസ് ഇസ് എ പോളിനോമിയൽ. സോ ഇത് എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എന്നിന് ഈവനോ ഓഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് പറയാൻ പറ്റുമോ? അതാണ് ഇനി അറിയാനുള്ളത്. ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ y equal to a naught into 1 minus p into p plus 1 by 2 factorial x square plus etc. plus a1 into x minus p minus 1 into p plus 2 by 2 factorial. It is not 2 factorial, 3 factorial x cube plus etc. അതായത് ഫസ്റ്റ് സൊല്യൂഷനിൽ എക്സിന്റെ ഈവൻ പവേഴ്സും രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് സൊല്യൂഷനിൽ എക്സിന്റെ ഓഡ് പവേഴ്സുമാണ് ലെജൻഡേഴ്സ് ഇക്വേഷൻ സോൾവ് ചെയ്ത സമയത്ത് സെക്ഷൻ 27 നമ്മൾ ചെയ്തതനുസരിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ സൊല്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ എക്സിന്റെ ഈവൻ പവേഴ്സ് വരുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ് റേസ് ടു എന്നിലാണ്. ഈ കാണുന്ന പോളിനോമിയൽ ഇതൊരു പോളിനോമിയൽ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇതിൽ അവസാനം വരുന്ന ടേം ആണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറഞ്ഞു വന്ന് എക്സ് റേസ് ടു 4 വരുന്ന ടേം, എക്സ് സ്ക്വയർ വരുന്ന ടേം വന്ന് അവസാനിക്കുന്നത് എ നോട്ടിലാണ്. ഓക്കെ, എക്സിന്റെ ഈവൻ പവേഴ്സ് വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് സൊല്യൂഷൻ അവസാനിക്കുന്നത് ലാസ്റ്റ് ടേം വരുന്നത് എ നോട്ടിലാണ്. അതേസമയം എക്സിന്റെ ഓഡ് പവേഴ്സ് ആണ് എഴുതുന്നതെങ്കിൽ n ഓഡ് ആവുന്ന സമയത്ത് എക്സിന്റെ ഓഡ് പവേഴ്സ് ഉള്ള സൊല്യൂഷൻ ആണ് ലഭിക്കുക. ആ സമയത്ത് അതിന്റെ ലീസ്റ്റ് ടേം എന്ന് പറയുന്നത് a1x ആണ്. സോ നമ്മൾ ഇവിടെ എഴുതിയ പി എൻ എക്സ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളുടെ ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷനെ നമ്മൾ വിളിച്ച നൊട്ടേഷൻ ആണ് പി എൻ എക്സ്, ലെജൻഡർ പോളിനോമിയൽ പി എൻ എക്സ്. an x raised to n plus an minus 2 x raised to n minus 2 plus etc. ഇത് എവിടെയാണ് അവസാനിക്കുന്നത് എന്നുകൂടി നമ്മൾ പറയാനുണ്ട്. കാരണം ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് അല്ല, ഇതൊരു അവസാനിക്കുന്ന അതൊരു പോളിനോമിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലെ ലാസ്റ്റ് ടേം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും?
എക്സിന് ഈവൻ പവേഴ്സ് ആണെങ്കിൽ, അതായത് n ഈവൻ നമ്പർ ആണെങ്കിൽ ഇത് അവസാനിക്കുന്നത് a0-ലായിരിക്കും. n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് അവസാനിക്കുന്നത് ഒരു a1x എന്ന ടേമിലായിരിക്കും. ഓക്കെ, ഇവിടെ a0-ലാണ് അവസാനിക്കുന്നത്, ഇവിടെ a1x-ലാണ് അവസാനിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതുകൂടെ നമ്മൾ എഴുതാറുണ്ട്. ഹിയർ അങ്ങനെ എഴുതാം, the sum ends with, here the sum ends with a0. Sum ends with a0 if n is even, and it ends with a1x if n is odd. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മളുടെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു വിധത്തിൽ pnx എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിലുള്ള x⁻n കോയിഫിഷ്യന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എഗെയിൻ നമ്മൾ ഇതിന്റെ എക്സ്പാൻഷൻ എഴുതാൻ ഒന്നുകൂടി ചുരുക്കി എഴുതാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ pn(x)ന് ഇത്തരത്തിൽ സൂചിപ്പിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ നമ്മൾ സൂചിപ്പിക്കാൻ കഴിയുന്നത് ഇതിന്റെ എക്സ്പ്ലനേഷന് ബാക്കിയായിട്ട് കിട്ടുന്ന കാര്യമല്ല. നമ്മൾ സെക്ഷൻ 27 നമ്മൾ പറഞ്ഞു വെച്ചതനുസരിച്ച്, ലെജൻഡറിഫിക്കേഷൻ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. അതിന്റെ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ ഇത്തരത്തിലേ വരുള്ളൂ. എക്സിന്റെ ഓഡ് പവേഴ്സോ അല്ലെങ്കിൽ എക്സിന്റെ ഈവൻ പവേഴ്സോ മാത്രമേ വരുള്ളൂ. n ഈവൻ ആണെങ്കിൽ എക്സിന് ഈവൻ പവേഴ്സ് ആയിരിക്കും വരുന്നത്, n ഓഡ് ആണെങ്കിൽ എക്സിന്റെ ഓഡ് പവേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ഇനി സെക്ഷൻ 27 നിന്നുള്ള ഒരു റിസൾട്ട് കൂടെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഫ്രം സെക്ഷൻ 27 നമ്മളൊരു റെക്കറൻസ് റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് an+2 ഈക്വൽ ടു മൈനസ് ഓഫ് p-n ഇൻറ്റു p+n+1 ഡിവൈഡഡ് ബൈ n+1 ഇൻറ്റു n+2 an. ഈ ഒരു റെക്കറൻസ് റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ നമ്മുടെ ഫോബീനിയസ് സീരീസ് സൊല്യൂഷൻ കാണുന്ന സമയത്ത് a1 a2 a3 ഒക്കെ കണ്ടിട്ട് നമ്മൾ a0-ന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൊല്യൂഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഇത് നമുക്ക് ആ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ റോഡ്രിക്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഈ കാണുന്ന എക്സ്പ്രഷൻ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചെഴുതേണ്ടി വരും. അല്ലാതെ നമുക്ക് ആ ഭാഗം കൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചെഴുതിയാൽ മതിയാവും. ഓക്കെ, സോ ഈ കാണുന്ന എക്സ്പ്രഷനിൽ നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ഹിയർ വി റീപ്ലേസ് p/n. അവിടുത്തെ പിക്ക് പകരം നമ്മളിവിടെ n ആണ് എടുക്കുന്നത്. ആൻഡ് n/k-2. k എന്താണെന്നൊക്കെ പറയാം. നമുക്ക് ആ ഇൻഡിഷ്യലിക്കേഷൻ നമ്മുടെ ആവശ്യത്തിനൊന്ന് നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിഷ്യലിക്കേഷൻ പ്രകാരം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത സൊല്യൂഷൻ അനുസരിച്ച് a2 a3 a4 ഒക്കെ നമുക്ക് ലഭിച്ചത് എന്തിന്റെ ടേംസിലാണ്? a0-ന്റെ ടേംസിലാണ്. പകരം എനിക്കിപ്പോൾ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന കോയിഫിഷ്യൻസ് എല്ലാം തന്നെ an-ന്റെ ടേംസിൽ ലഭിക്കണം. അതായത് നമ്മൾ a2 ഈക്വൽ ടു സംതിങ് ഇൻറ്റു a0 എന്ന് പറഞ്ഞതുപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ഇക്വേഷനിൽ ആവശ്യമായ റീപ്ലേസിംഗ് നടത്തിയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് an-1 എന്ന് പറയുന്നത് സംതിങ് ഇൻറ്റു an, an-2 ഈക്വൽ ടു സംതിങ് ഇൻറ്റു an. എല്ലാ കോയിഫിഷ്യൻസിനെയും നമ്മൾ an-ന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഇത്തരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്താൻ പോകുന്നത്. ഈ കാണുന്ന എക്സ്പ്രഷനിൽ p കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ k-2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമ്മൾ ഈ എക്സ്പ്രഷനിൽ p യെ n ആയിട്ട് റീപ്ലേസ് ചെയ്യുക, n-നെ k-2 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? an+2 എന്നത് n-ന് പകരം k-2 ആണ് കൊടുക്കേണ്ടത്. k-2+2 എന്ന് വരും. ദാറ്റ് ഇസ് ak. ഓക്കെ, ak ഈക്വൽ ടു മൈനസ് ഓഫ് p എന്ന് പറയുന്നത് n ആണ്, മൈനസ് ഓഫ് n എന്ന് പറയുന്നത് k-2 ആണ്. ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു പിക്ക് n കൊടുത്തു, പ്ലസ് n-ന് k-2 കൊടുത്തു, പ്ലസ് 1 the whole divided by പിക്ക് n ആണ്, സോറി n-ന് k-2 കൊടുക്കണം, k-2 പ്ലസ് 1 ഇൻറ്റു k-2 പ്ലസ് 2 n എന്ന് പറയുന്നത് k-2. ഓക്കെ, സോ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇസ് ഈക്വൽ ടു മൈനസ് n മൈനസ് k പ്ലസ് 2 എന്നായി മാറും, ഇൻറ്റു here it is n plus k minus 2 plus 1 is minus 1 the whole divided by k into k minus 2 plus 2 k I mari k into k minus 1 a k minus 2, or what will be a k minus 2? We have to cross multiply the results here. So we have k into k minus 1 the minus and divided by n minus k plus 2 into n minus k minus 1 a k. Okay, ഈ കാണുന്ന എക്സ്പ്രഷന് ഇതിനെ ഞാൻ മുകളിലേക്കും താഴേക്കായിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് സച്ച് എ റിലേഷൻ. സോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ak-2 നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു. ഇനി എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു n-2 an
ആ പറയൂ. n plus k minus 1 അല്ലേ? എവിടെയാണ് നോക്കട്ടെ, എവിടെയാണെടാ ഒന്നുകൂടെ പറഞ്ഞേ. ലാസ്റ്റത്തെ ഡിനോമിനേറ്ററിൽ n plus k minus 1. Here it is, yeah, n plus k ആണ്, സോറി, here it is n plus k minus 1. ഇവിടെ ടേം അതായിരുന്നു, കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഉദ്ദേശം എന്താന്ന് ഞാൻ പറഞ്ഞു. പോളിനോമിയൽ നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് an-2 an-4 അങ്ങനെയാണ് കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിൽ ന്റെ ടേംസിൽ an-2 an-4 ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് an-2 ലഭിക്കണമെങ്കിൽ ഞാനിവിടെ kക്ക് പകരം n എന്ന് കൊടുത്താൽ മതി. So when k equal to n, we get an-2 equal to kക്ക് n substitute ചെയ്താൽ minus n into n minus 1 divided by kക്ക് n അല്ലേ കൊടുക്കുന്നത്. So n minus n cancel ചെയ്തു. 2 into what is it? n plus n, 2n minus 1 into an. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്ത് ലഭിച്ചു? an-2നെ ന്റെ ടേംസിൽ നമുക്ക് ലഭിച്ചു. അതുപോലെ നമ്മൾ kക്ക് n-2 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ലഭിക്കും? an-2 minus 2. അപ്പൊ an-4 ലഭിക്കും. സോ വി ഹാവ് an-4 ഈക്വൽ ടു, ഈ കാണുന്ന എക്സ്പ്രഷനിലാണ് kക്ക് n-2 കൊടുക്കുന്നത്. സോ വി ഹാവ് മൈനസ് ഓഫ് n-2 ഇൻറ്റു n-2 minus 1, ദാറ്റ് ഈസ് n-3 ഡിവൈഡഡ് ബൈ kക്ക് n-2 കൊടുത്താൽ n-2 plus 2 എന്ന് വരും ഫസ്റ്റ് ടേം. ദാറ്റ് ഈസ് n-n ക്യാൻസൽ ചെയ്യും, പ്ലസ് 2 plus 2 4 എന്ന് വരും അല്ലെ. ഹിയർ ഇറ്റ് ഈസ് 4 ഇൻറ്റു, ഇനി n plus k minus 1 എന്ന് പറയുന്നത് n plus n-2 minus 1 എന്ന് വരും. ദാറ്റ് ഈസ് 2n minus 3. Isn't it? ഇത് മിസ്റ്റേക്ക് വരുന്നുണ്ട്, അപ്പൊ തന്നെ പറയാം. ഓക്കെ, 2n minus 3. ak എന്നത് an-2 എന്ന് വരും. ഓക്കെ, ആ an-2 എന്താണെന്നുള്ള തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അവിടെയും ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറും. ടേംസിനെ നമുക്കൊരു ഭംഗിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന ടേം മുഴുവനായിട്ട് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണല്ലോ. സോ n into n-1 n-2 n-3 അത് ഓർഡറിൽ എഴുതിയാൽ is equal to n into n-1 into n-2 into n-3 divided by, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, അല്ലെങ്കിൽ കൂടെ നമുക്ക് 2 into 4 ഒന്നിച്ച് എഴുതാം, into 2n-1 into 2n-3 an. ഓക്കെ, സോ നമുക്ക് an-2 ലഭിച്ചു, an-4 ലഭിച്ചു. So let us substitute in this equation. What was the equation here? ഈ ഇക്വേഷൻ നമ്മൾ സ്റ്റാർ എന്ന് കൊടുക്കാം. pnx എഴുതാൻ പോവാണ് നമ്മൾ. an(x raised to n plus an-2 x raised to n-2 plus etc. Therefore star becomes, just substitute, the star becomes pn of x equal to എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്? an(x raised to n). So it is an into an(x raised to n) plus an-2 x raised to n-2 ആണ് എഴുതേണ്ടത്. an-2 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് മൈനസ് n into n-1 by 2 into 2n-1 an x to the power n-2. Okay, then x raised to n-4 വരുന്ന ടേം ഇറ്റ് ഈസ് പ്ലസ് n into n-1 into n-2 into n-3 divided by 2 into 4 into 2n-1 into 2n-3 an x raised to n-4 plus etc. So this is the solution. And here you may see that an is the common factor in all the terms. Okay, so we can take this an outside, but we know what is an by equation 3. 3 നമ്മൾ an എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. So we have an is equal to 2n, what was an? 2n factorial divided by n factorial square into 2 to the power n. Yeah. So this is an. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചേക്കേണ്ടതാണ്. an എന്താണെന്നൊക്കെ ഉള്ളത് ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എഴുതി പോകേണ്ടതാണ്. സോ an പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഈ കാണുന്ന എക്സ്പ്രഷൻ ആണ് നമ്മൾ ആക്ച്വലി പുറത്തെടുക്കുന്നത്. സോ വി ഹാവ് 2n factorial divided by n factorial square into 2 to the power n. റിമൈനിങ് ടേംസ് നമുക്ക് ഉള്ളിൽ എഴുതാം. ഇറ്റ് ഈസ് x raised to n minus n into n-1 by 2 into 2n-1 x raised to n-2 plus
n into n minus 1 into n minus 2 into n minus 3 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. an മാത്രം നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ ഇത് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് 2 ശരിക്കും പുറത്തെടുക്കാം അല്ലെ. 2 ഇവിടെ നിന്ന് ഒരു 2 പുറത്ത് വരും, 4 നിന്ന് ഒരു 2 പുറത്ത് വരും. സോ 2 സ്ക്വയർ ശരിക്കും നമുക്ക് ഇവിടെ പുറത്ത് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. 2 സ്ക്വയർ ഇൻറ്റു ബാക്കി ഇവിടെ 1 ആണ് ഉണ്ടാവുക, ഇവിടെ 2 ആണ് ഉണ്ടാവുക. സോ 1 into 2 എന്ന് വരും. 1 into 2 നമുക്ക് ഇവിടെ 2 ഫാക്ടോറിയൽ എന്നും എഴുതാം. ഓക്കെ, കോമൺ ആക്കി എഴുതുകയാണ്. ഇൻറ്റു 2n minus 1 into 2n minus 3 x raised to n minus 4 പ്ലസ് എക്സെട്ര. നമുക്ക് nth ടേം എഴുതണം. ഓക്കെ, പ്ലസ് nth ടേം എഴുതാൻ നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്ത് ആലോചിക്കുകയാണ് ചെയ്യാറുള്ളത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എഴുതേണ്ട ടേം ഏതായിരിക്കണം? എക്സ് റേസ് ടു n മൈനസ് 2k എന്ന ടേം ആണ് എഴുതേണ്ടതെന്ന് വിചാരിക്കാം. എക്സ് റേസ് ടു n മൈനസ് 2k എന്ന ടേം എനിക്ക് എഴുതണമെന്ന് വിചാരിക്കാം. സോ നമ്മൾ ഇവിടെ എക്സ് മൈനസ് 2 into 1 വന്നു, എക്സ് മൈനസ് 2 into 2 വന്നു, അങ്ങനെ എക്സ് മൈനസ് 2 into k വരെ വരണം. അങ്ങനെ ആലോചിച്ച് നോക്കുക. ഇവിടെ എക്സ് റേസ് ടു n മൈനസ് 2 into 1 വന്ന സമയത്ത് n മൈനസ് 1 വരെയാണ് അവസാനിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആലോചിക്കാം. ഇവിടെ വന്ന ടേം എന്താണോ, ഇവിടെ 2 ആണ് വന്നെങ്കിൽ ഇവിടെ 1 അവസാനിച്ചു. ഇവിടെ 4 വന്ന സമയത്ത് ഇവിടെ 3 അവസാനിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് 2k ആണ് വരുന്നതെങ്കിൽ 2k മൈനസ് 1 നമ്മൾ ന്യൂമറേറ്ററിലുള്ള പ്രോഡക്ട്സ് അവസാനിപ്പിക്കേണ്ടത്. സോ വി ഹാവ് n into n മൈനസ് 1 into n മൈനസ് 2 into എക്സെട്ര. ലാസ്റ്റ് ടേം എന്തായിരിക്കണം? n മൈനസ് ഓഫ് 2k മൈനസ് 1 ആയിരിക്കണം. ഇവിടെയുള്ള ടേം ഏതാണോ അതിന്റെ ഒന്ന് കുറവാണ് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2k ആണെങ്കിൽ n മൈനസ് ഓഫ് 2k മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ. അതുപോലെ ആലോചിച്ചോ, ഇവിടെ 2 സ്ക്വയർ വന്നു, ഇവിടെ 2 റേസ് ടു 1 ആയിരുന്നു, ഇവിടെ 2 സ്ക്വയർ വന്നു. അതുപോലെ ഇവിടെ എന്ത് വരുമെന്ന് ആലോചിക്കണം. സോ n മൈനസ് 4 എന്ന് പറഞ്ഞത് ഇവിടെ 2 into 2 ആണല്ലോ, അപ്പൊ ഇവിടെ 2 സ്ക്വയർ ആണ്. സോ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഹിയർ ഇറ്റ് ഇസ് 2 റേസ് ടു k ഇൻറ്റു k ഫാക്ടോറിയൽ. ഓക്കെ, ഇൻറ്റു മുമ്പ് എഴുതിയ പോലെ തന്നെ 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 3 ഇൻറ്റു എക്സെട്ര. അവസാനിക്കുന്നത് 2n മൈനസ് 2k മൈനസ് 1. Okay, now this is PNX. PNX നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുന്നതിനനുസരിച്ച് അത് വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 5. ഇക്വേഷൻ 4 ഏതായിരുന്നു? ഞാൻ സ്റ്റാർ കൊടുത്തു പോയി ഒന്ന്. ആ സ്റ്റാർ കൊടുത്തത്, ഈ സ്റ്റാർ കൊടുത്തതിന് 4 എന്ന് കൊടുക്കട്ടെ തൽക്കാലം. നമ്പർ ഇട്ടിട്ട് തന്നെ പോവാം. സോ ദിസ് ഇസ് ഇക്വേഷൻ 5. അപ്പൊ നമ്മൾ ഈ വിധത്തിലാണ് ഇപ്പൊ PNX-ന് ഇട്ടിച്ചിരിക്കുന്നത്. സോ സ്വാഭാവികമായും ഇവിടെ കാണുന്ന ഈ ടേം നമുക്ക് ഈ സമ്മേഷൻ ഫോമിൽ ഇവിടെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് ടേം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഈ കേത്ത് ടേം എഴുതിയത്. സോ ഇതിലുള്ള ഓരോ ടേംസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ന്യൂമറേറ്ററിലുള്ള ടേം നൗ n into n minus 1 into n minus 2 into etc. n minus of 2k minus 1. ഇതാണ് ന്യൂമറേറ്ററിലുള്ള ടേം. ഓക്കെ, സോ ഈ n മൈനസ് ഓഫ് 2k മൈനസ് 1 എന്നുള്ളതിന് എനിക്ക് വേണമെങ്കിൽ n മൈനസ് 2k പ്ലസ് 1 എന്ന് എഴുതാം. സോ നമ്മളിത് ആലോചിക്കേണ്ടത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഈ ടേംസ് കുറഞ്ഞു വരികയാണ് അല്ലെ. n മൈനസ് 1 n മൈനസ് 2 അങ്ങനെ കുറഞ്ഞ് n മൈനസ് 2k പ്ലസ് 1 വരെ എത്തി. ഇതിന്റെ തൊട്ടടുത്ത ടേം ശരിക്കും എന്തായിരിക്കും? ഇതിൽ നിന്ന് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ n മൈനസ് 2k ലഭിക്കും. വീണ്ടും 1 മൈനസ് ചെയ്താൽ n മൈനസ് 2k മൈനസ് 1 n മൈനസ് 2k മൈനസ് 2 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ ഈ കാണുന്ന എക്സ്പ്രഷനിൽ ഞാൻ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര n മൈനസ് 2k പ്ലസ് 1 കഴിഞ്ഞിട്ട് മുകളിലും താഴെയും ഞാൻ n മൈനസ് 2k ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. സോ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബോത്ത് മൾട്ടിപ്ലൈ ബൈ n മൈനസ് 2k ഫാക്ടോറിയൽ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ n മൈനസ് 2k ഫാക്ടോറിയൽ മീൻസ് 1 into 2 into 3 into എക്സെട്ര n മൈനസ് 2k into n മൈനസ് 2k പ്ലസ് 1 into എക്സെട്ര into n. ഓക്കെ, ഇവിടെ കുറഞ്ഞു വന്നായിരുന്നു ഇവിടെ വരെ. ഇനി ബാക്കിയുള്ള ടേംസ് 1 വരെയുള്ള ടേംസിനെ നമ്മൾ ഫാക്ടോറിയൽ ആയിട്ട് എഴുതി. Now the numerator can be written as n factorial divided by denominator is n minus 2k factorial. അതേപോലെ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ എക്സ്പ്രഷനും കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഇറ്റ് ഈസ് ആക്ച്വലി 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 3 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 2k പ്ലസ് 1. അതാണ് ഡിനോമിനേറ്ററിലുള്ള ടേം. മൈനസ് ഓഫ് 2k മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 2k പ്ലസ് 1. ഓക്കെ, സോ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടേംസ് കണ്ടിന്യൂസ് അല്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. 2n മൈനസ് 1 കഴിഞ്ഞാൽ അടുത്ത ടേം ശരിക്കും 2n മൈനസ് 2 വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 2n മൈനസ് 3 വരാം. അപ്പൊ നമുക്ക് ഇല്ലാത്ത ടേംസ് ഒക്കെ ആദ്യം ഇടയ്ക്ക് എഴുതി ചേർക്കാം. സോ ദിസ് ഇസ് 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഇൻറ്റു 2n മൈനസ് 3 ഇൻറ്റു
2n minus 4 into etc. Last term 2n minus 2k 2n minus 2k കഴിഞ്ഞിട്ടായിരിക്കും 2n minus 2k കഴിഞ്ഞ അടുത്ത ടേം ആയിരിക്കും 2n minus 2k 2n minus 2k plus 1 കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അടുത്ത ടേം എഴുതാൻ ശ്രമിക്കുന്നത്. സോ 2n minus 2k plus 2 into 2n minus 2k plus 1. എല്ലാ ടേംസും ആയല്ലോ അല്ലെ. ടേംസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. -1 ചെയ്താണ് പോകുന്നത്. സോ 2n ഇതിന്റെ ലാസ്റ്റ് ടേമിന്റെ തൊട്ട് മുമ്പുള്ള ടേം ഇതാണ് വരുന്നത്. അപ്പൊ ഇത്രയും ടേംസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ചേർത്തത്. 2n minus 2, 2n minus 4 എക്സെട്ര 2n minus 2k plus 2 വരെയുള്ള ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ചേർത്തു. ആ മൾട്ടിപ്ലൈ ചെയ്ത ടേംസ് എല്ലാം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയേണ്ടതുണ്ട്. സോ വി ഹാവ് 2n minus 2 into 2n minus 4 into എക്സെട്ര 2n minus 2k plus 2. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ അല്ലെ എന്തിനാ ചെയ്തതെന്നുള്ളത്. ഇതിലിടയ്ക്കുള്ള മിസ്സിംഗ് ടേംസ് എല്ലാം തന്നെ നമ്മൾ ഫസ്റ്റ് ടേം ഇതും തന്നെ കീപ്പ് ചെയ്തു. അതിനിടയ്ക്ക് വരുന്ന മിസ്സിംഗ് ടേംസ് എല്ലാം തന്നെ നമ്മൾ മുകളിലും താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ എഗെയിൻ മുമ്പ് പറഞ്ഞ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. മുകളിലുള്ള ഈ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വന്നിട്ട് ഈ ഒരു ടേം വരെ എത്തി. സോ ബാക്കിയുള്ള ടേംസിനെ നമുക്ക് എങ്ങനെ ഫാക്ടോറിയൽ ആയിട്ട് എഴുതാം? 1 മുതൽ ഇതിന്റെ തൊട്ടടുത്ത ടേം വരെയുള്ളത് എങ്ങനെ ഫാക്ടോറിയൽ ആയിട്ട് എഴുതാം? ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നെക്സ്റ്റ് ടേം എന്താ വരിക? 2 minus 2k plus 1 കഴിഞ്ഞിട്ടുള്ള ടേം എന്താണ് വരിക? ഞാൻ ചോദിച്ചത് 2n minus 2k factorial. 2n minus 2k ഫാക്ടോറിയൽ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇതിന് ശേഷം വരുന്ന അടുത്ത ടേം 2n minus 2k ആണ്. പിന്നെ 2n minus 2k minus 1 അങ്ങനെ കുറഞ്ഞു 1 വരെ എത്തും. സോ ഇവിടെ നമുക്ക് 2n minus 2k ഫാക്ടോറിയൽ കൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു അപ്പൊ എന്തായി മാറും? ഒന്നിച്ചങ്ങോട്ട് എഴുതട്ടെ ഞാൻ. മൾട്ടിപ്ലൈങ് ബൈ സൈഡിൽ എഴുതി വെച്ചാൽ മതി. മൾട്ടിപ്ലൈങ് ബൈ 2n minus 2k ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബൈ 2n minus 2k ഫാക്ടോറിയൽ. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ ഓട്ടോമാറ്റിക്കലി 2n minus 2k ഫാക്ടോറിയൽ പ്ലസ് 1 പ്ലസ് 2 എക്സെട്ര 2n minus 1 വരെ വന്നു. സോ ന്യൂമറേറ്റർ ബിക്കംസ് 2n minus 1 ഫാക്ടോറിയൽ. ഓക്കെ, ഡിനോമിനേറ്ററിൽ നമ്മൾ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത 2n minus 2k ഫാക്ടോറിയൽ ഇപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അത് കൂടാതെ ഡിനോമിനേറ്ററിൽ ഓൾറെഡി കുറെ ടേംസ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിലുള്ള ടേംസ് നോക്കാം. ഡിനോമിനേറ്ററിലെ ടേംസിന്റെ പ്രത്യേകത എന്താണ്? ഇതിലെല്ലാത്തിനും 2 കോമൺ ഫാക്ടർ ആണ്. ബട്ട് കോമൺ ആയിട്ടുള്ള 2 നമ്മൾ പുറത്തെടുത്തു എന്ന് വിചാരിക്കാം. എത്ര 2 പുറത്തെടുത്തിട്ടുണ്ടാവും? 1, 2 എക്സെട്ര. ഇത് എത്ര ടേംസ് വന്നിട്ടുണ്ടാവും ഈ ലാസ്റ്റ് ടേം എത്തുമ്പോഴേക്കും? 2n minus 2 എന്ന് പറയുമ്പോൾ ഒരു ടേമായി, 2n minus 4 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ടേമായി. അങ്ങനെ വന്ന് ഇവിടെ വരുന്നത് 2n minus of 2k minus 2 എന്നല്ലേ ആക്ച്വലി വരുന്നത്? 2n minus 2k plus 2 എന്ന് എഴുതുമ്പോൾ സോ ആകെ എത്ര ടേംസ് വന്നിട്ടുണ്ടാവും? k plus 1 വരുമോ? k ടേംസ് അല്ലേ ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയല്ലേ, അതായത് 2 raised to something into ബാക്കിയുള്ള ടേംസ് എഴുതി നോക്കാം. നമ്മൾ മുകളിൽ എഴുതിയത് ഓക്കെ ചെറിയൊരു ചേഞ്ച് കൂടെ വരുന്നത്, എന്നാലേ നമുക്ക് 2 raised to k എന്ന് എഴുതാൻ പറ്റുള്ളൂ. 2 raised to k minus 1 ശരിക്കും വരുള്ളൂ. ഇതിപ്പോ എഴുതിയ പ്രകാരം നമുക്ക് 2 raised to k minus 1 വരുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 1 ഉള്ളൂ. ഇവിടെ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 2 അല്ല, 2 into 2 ആണ്. അങ്ങനെ വന്ന് ഇവിടെ നിന്ന് 2 പുറത്ത് പോയാൽ k minus 1 അല്ലേ വരാം. അപ്പൊ ആകെ k minus 1 ടേംസ് ഇപ്പൊ ഇവിടെ കാണാനുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത്, ഒരു 2n എന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് n ഫാക്ടേഴ്സ് ആവുമായിരുന്നു. ഒരു കാര്യം കൂടെ ചെയ്യാം. മുകളിൽ നിങ്ങൾ ഒരു into 2n താഴെയും ഒരു into 2n ചെയ്യാം. സോ നമുക്ക് താഴെ എഴുതുമ്പം ഈ ഒരു 2 കൂടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 raised to k എന്ന് എഴുതാം. ബാക്കിയുള്ള ടേംസ് എഴുതുന്ന സമയത്ത് ഇവിടെ നമ്മൾ എഴുതിയ n ഉണ്ടല്ലോ, n ആദ്യം എഴുതാം. n ഇൻറ്റു ഇവിടെ നിന്ന് ബാക്കിയുള്ളത് n minus 1 ഇൻറ്റു n minus 2 ഇൻറ്റു എക്സെട്ര n minus k plus 1. Isn't it? 2 എല്ലാം തന്നെ നമ്മൾ പുറത്തേക്ക് എടുത്ത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. n ടേംസ് k ടേംസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു ഒരു 2n നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് മുകളിലുള്ള സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എഴുതുന്ന ഒഴിവാക്കിയാണ്, ഞാൻ ഒഴിവാക്കിയതാണ്. മുകളിലുള്ള സ്റ്റെപ്പിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതിയാൽ മതി, ഇപ്പൊ വെട്ടണം എന്നില്ല. 2n minus 1 ഫാക്ടോറിയൽ ആണ് നമ്മൾ ആദ്യം എഴുതിയത്. നമ്മളിപ്പോൾ ഒരു ഇൻറ്റു 2n കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് 2n ഫാക്ടോറിയൽ എന്നായിട്ട് മാറും. ഇങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു മുകളിൽ നമുക്ക് 2n ഫാക്ടോറിയൽ ഉണ്ട് ഡിവൈഡഡ് ബൈ താഴെ 2n minus 2k ഫാക്ടോറിയൽ ഇസ് ദർ 2 raised to k ഉണ്ട്. ഈ കാണുന്ന എക്സ്പ്രഷനെ അതുപോലെ ഒന്ന് മാറ്റി പറയാൻ പറ്റുമോ? മുമ്പ് ചെയ്ത അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് n into n minus 1 into എക്സെട്ര n minus k plus 1 വരെ എത്തി.
എനിക്കിവിടെ n ഫാക്ടോറിയൽ എന്ന് എഴുതണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ മുകളിൽ എന്ത് എഴുതേണ്ടി വരും? ഏത് ടേം ക്യാൻസൽ ചെയ്യേണ്ടി വരും? ഈ കാണുന്ന എക്സ്പ്രഷനെ എങ്ങനെ എനിക്ക് മാറ്റി എഴുതണം? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 വരെ എഴുതണം. 1 വരെ എഴുതണമെങ്കിൽ ഇവിടെ ഞാൻ ഏത് ടേം മൾട്ടിപ്ലൈ ചെയ്യണം? n minus k factorial. യാ, ഇവിടെ n മൈനസ് കെ ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് മുകളിലും ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ താഴെ നമ്മൾ n മൈനസ് കെ ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ n ഫാക്ടോറിയൽ ആയിട്ട് മാറും. മുകളിൽ കറസ്പോണ്ടിങ് ആയിട്ട് n മൈനസ് കെ ഫാക്ടോറിയൽ എന്ന് വരും. സോ നമ്മളെ ചുരുക്കി ഏകദേശം ഈ ഫോമിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അതൊരു ലോങ് പ്രൂഫ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇത് സ്റ്റെപ്സ് ഇങ്ങനെ തന്നെ നോക്കി എഴുതി വെച്ച് പഠിക്കാന്നല്ലാതെ വേറൊരു വഴിയില്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്തത് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. നമ്മളിവിടെ 5 എന്ന് പറഞ്ഞ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതിലെ ന്യൂമറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഈ ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത്. അപ്പൊ നമുക്ക് ഇത്തരം ഒരു എക്സ്പ്രഷൻ ലഭിച്ചു. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഇക്വേഷൻ 5 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ഹാവ് ഇക്വേഷൻ 5 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവനായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല. ഈ എക്സ് റേസ് ടു n മൈനസ് 2k കൊയിഫിഷ്യന്റ് മാത്രമേ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് എഴുതാം? അവസാനം സമ്മേഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സാധനം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി pnx എഴുതുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us write the coefficient of x raised to n minus 2k. From equation 5, coefficient of x raised to n minus 2k is, കോയിഫിഷ്യന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മളിവിടെ എഴുതിയൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്, പിന്നെ നെഗറ്റീവ് ആണ്, പിന്നെ പോസിറ്റീവ് ആണ്, അടുത്ത നെഗറ്റീവ് ആണ്. അങ്ങനെ ഈ കേത്ത് ടേം എത്തുമ്പോഴേക്കും ഇവിടെ ശരിക്കും നമ്മൾ ചെറിയൊരു എക്സ്പ്രഷൻ ചേർക്കാനുണ്ട്. പ്ലസ് എക്സെട്ര പ്ലസ് -1 റേസ് ടു കെ നമ്മൾ എഴുതാൻ വിട്ടുപോയിരുന്നു. കാരണം ഇവിടെ മാറുന്നതിനനുസരിച്ചിട്ട് ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വരുന്നുണ്ട്. സോ ഹിയർ ദർ ഇസ് എ ടേം -1 റേസ് ടു കെ. അതൊന്ന് ചേർക്കണേ ഫിഫ്ത്ത് ഇക്വേഷൻ. So coefficient of x raised to n minus 2k is -1 raised to k. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഈ ഇക്വേഷൻ നോക്കുക, ഇതിലുള്ളതെല്ലാം തന്നെ നമ്മൾ എഴുതേണ്ടതുണ്ട്. സോ ഹിയർ വി ഹാവ് -1 raised to k നമ്മൾ എഴുതി. ഇനി ഈ കാണുന്ന ന്യൂമറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിനോമിനേറ്ററിൽ 2 raised to k into k ഫാക്ടോറിയൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ടേംസ് ആണ് നമ്മൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം കൂടെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. -1 raised to k into n factorial divided by n minus 2k factorial divided by എന്നല്ലേ എഴുതേണ്ടത് വരാം. ഇതിന് ബാക്കി ടേംസ് ഇല്ലല്ലോ ഇനി. ഇല്ല, കോയിഫിഷ്യന്റ് എഴുതുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാണ് എഴുതുന്നത്. സോ ഡിവൈഡഡ് ബൈ 2 raised to k into k factorial. ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ഒന്നിച്ച് എഴുതി പോവാണ്. ഡിനോമിനേറ്ററിൽ എഴുതുന്നതൊക്കെ ഇവിടെ എഴുതിയാണ് 2 raised to k into k factorial. ദെൻ നമ്മൾ ഇപ്പൊ സിംപ്ലിഫൈ ചെയ്ത് വെച്ച ഈ എക്സ്പ്രഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങാം. സോ ഇറ്റ് ഈസ് 2n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് കെ ഫാക്ടോറിയൽ. ഇനിയും ഡിവൈഡഡ് ബൈ ഇടുന്നതിന് പകരം ന്യൂമറേറ്ററിൽ എഴുതിയാൽ മതി. സോ ഹിയർ ബാക്കി ടേംസ് എഴുതാം. 2n മൈനസ് 2k ഫാക്ടോറിയൽ ഇൻറ്റു 2 raised to k ഇൻറ്റു n ഫാക്ടോറിയൽ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് എഴുതിയത് ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ എഴുതുന്നത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ തന്നെ കാര്യങ്ങൾ എഴുതി തുടങ്ങാം. ഡിനോമിനേറ്ററിൽ പിന്നെയും ബൈ എഴുതുന്ന സമയത്ത് അത് ന്യൂമറേറ്ററിലേക്ക് കയറ്റി എഴുതി. സോ ദിസ് ഇസ് -1 raised to k ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ വന്നു. n ഫാക്ടോറിയൽ സ്ക്വയർ. ദെൻ വാട്ട് റിമീൻസ് 2n മൈനസ് 2k ഫാക്ടോറിയൽ. ഒരു 2k ഫാക്ടോറിയൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഇറ്റ് ക്യാൻസൽസ് ഹിയർ. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ ബാക്കിയുള്ളതെല്ലാം എഴുതാം. k ഫാക്ടോറിയൽ ഇൻറ്റു n minus k factorial into n minus 2k factorial into 2n factorial. Okay. Therefore, നമുക്ക് pnx എഴുതാം. pn of x is equal to sigma k equal to 0 to n/2 എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റില്ല. ഇൻറ്റിജർ പാർട്ട് ഓഫ് n/2 ഇടേണ്ടി വരും. കാരണം നമ്മളുടെ സീരീസ് നമ്മൾ പറഞ്ഞു ഈവൻ n ഈവൻ ആണെങ്കിൽ അതിൽ ഈവൻ പവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. n ഓഡ് ആണെങ്കിൽ ഓഡ് പവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ പകുതി ടേംസ് അല്ലേ സീരീസിൽ എഴുതാൻ ഉണ്ടാവുള്ളൂ. k വേരീസ് ഫ്രം 0 to n/2 എടുത്താൽ മതി. കാരണം n ടേംസ് ഉണ്ടാവില്ല. n/2 ടേംസ് ഒന്നുകിൽ ഈവൻ പവേഴ്സ് അല്ലെങ്കിൽ ഓഡ് പവേഴ്സ് മാത്രമേ എഴുതാൻ ഉണ്ടാവുള്ളൂ. അതിൽ n ഓഡ് ആവുന്ന സമയത്ത് നമുക്ക് ഇൻറ്റിജർ പാർട്ട് എടുത്താൽ മതിയോ. ഡിവൈഡഡ് ബൈ 2 എഴുതുമ്പോൾ ഇൻറ്റിജർ ആയിട്ട് വരണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ വി ഹാവ് -1 raised to k into n factorial square 2n minus 2k factorial the whole divided by
k factorial into n minus k factorial into n minus 2k factorial into 2n factorial into x raised to n minus 2k. The symbol represents is the greatest integer less than or equal to n by 2. Okay, നമുക്കറിയാവുന്നതാണ് ഇൻറ്റിജർ ഫംഗ്ഷൻ എഴുതും. സോ നമ്മൾ ശ്രമിച്ച് നമുക്ക് ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഏകദേശം നമ്മൾ റോഡ്രിക്സ് ഫോമിലേക്ക് എത്തിക്കുന്നത് തന്നെ. ഒരു കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി എഴുതാനുള്ളൂ. ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ എഴുതിയത്. അതായത് നമ്മൾ എക്സ് റേസ് ടു എൻ മൈനസ് 2k കൊയിഫിഷ്യന്റ് ഇവിടെ റെഡിയാക്കി വെച്ചു. അത് സമ്മേഷൻ ഫോമിൽ എഴുതിയപ്പോൾ pnx ലഭിച്ചു. നൗ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടെ ചെയ്യാം. ദിസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 0 ടു ഇൻറ്റിജർ പാർട്ട് ഓഫ് n by 2. കുറച്ച് ടേംസിനെ ഞാൻ കമ്പൈൻ ചെയ്യാണ്. -1 raised to k divided by 2 raised to n into k factorial. നമ്മൾ pnx എന്തായിരുന്നു എഴുതി വെച്ചത്? ഇതിനെ നമ്മൾ ഇത് കാണുന്ന കൊയിഫിഷ്യന്റ് അല്ലേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. സമ്മേഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് ഇവിടെ ബ്രാക്കറ്റിന് പുറത്ത് കുറച്ച് ടേംസ് ഉണ്ടായിരുന്നു. 2n factorial by n factorial square into 2 raised to n. അത് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് ഇവിടെ ചേർക്കണം. എന്തൊക്കെയാണ് വരുന്നത്? 2n factorial by നമ്മൾ an ആയിരുന്നു ഇത്, n factorial square into 2 raised. ഞാൻ ആ 2 raised to n കാണാതായപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതും കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ചേർക്കട്ടെ. ഇൻറ്റു an കൂടെ വരുന്നുണ്ട്. 2n factorial, ആ an ഒന്ന് വെട്ടിയിട്ട് എഴുതിയാൽ മതി, ബൈ n factorial square into 2 raised to n. ഇത്രയും കൂടി എഴുതാനുണ്ടായിരുന്നു. എന്നിട്ടാണ് x raised to n minus 2k വരുന്നത്. ഓക്കെ, സോ കുറെ ടേംസ് നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. n factorial സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. 2 raised to n അവിടെ തന്നെ ഉണ്ടാവും. സോ വി ഹാവ് സിഗ്മ k ഈക്വൽ ടു 0 ടു, ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? ആ ഇക്വേഷനിൽ നമ്മൾ വിട്ടുപോയതായിരുന്നു ഇത് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ബാക്കി വരുന്നത് -1 raised to k is there divided by ഈ 2 raised to n ഇവിടെ എഴുതാൻ പോവാണ്. 2 raised to n into k factorial is there into n minus k factorial. അത്ര ടേംസിനെ ഞാൻ കമ്പൈൻ ചെയ്തെടുത്തു. -1 raised to k divided by k factorial into n minus k factorial into 2 raised to n. അത്രയും ടേംസ് അവിടെ ഒന്നിച്ച് എഴുതി വെച്ചു. ഇനി ബാക്കിയുള്ള ടേംസ് നമുക്ക് എഴുതാം. into 2n minus 2k factorial ഉണ്ട് divided by താഴെ n minus 2k factorial is there. ഈ കാണുന്ന കുറച്ച് ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. n factorial സ്ക്വയർ ക്യാൻസൽ ചെയ്തു, 2n factorial ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ടേംസും എഴുതി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. x raised to n minus 2k മൊത്തം ടേംസും എഴുതിയല്ലോ അല്ലെ? -1 raised to k is there, 2n minus 2k factorial is here, k factorial, n minus k factorial, n minus 2k factorial, 2 raised to n. എല്ലാ ടേംസും നമ്മൾ എഴുതി. സോ ദിസ് ഈക്വൽ ടു, ഇനി ചെറിയൊരു കള്ളപ്പണി എടുക്കാൻ പോവാണ്. സിഗ്മ k ഈക്വൽ ടു 0 ടു ഇൻറ്റിജർ പാർട്ട് ഓഫ് n by 2 -1 raised to k divided by 2 raised to n into k factorial into n minus k factorial into ഈ കാണുന്ന ബാക്കിയുള്ള എക്സ്പ്രഷനെ നമുക്ക് ഇത്തരത്തിൽ dn by dx raised to n of x raised to 2n minus 2k എന്ന് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? സൈഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. d by dx of x raised to 2n minus 2k ആദ്യം ചെയ്യണം. സോ ദിസ് ഈക്വൽ ടു 2n minus 2k into x raised to 2n minus 2k minus 1. ഇതിലെ ഡെറിവേറ്റീവ് വരിക nx raised to n minus 1. വീണ്ടും നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് 2n minus 2k into 2n minus 2k minus 1 into x raised to 2n minus 2k minus 2. എങ്ങനെയാണ് വരിക? സോ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഡെറിവേറ്റീവ് അവസാനം 2n മൈനസ്, അതായത് nth ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് 2n minus 2k into 2n minus, here it is n, minus 2k minus 1 into etc. ലാസ്റ്റ് ടേം വരിക 2n minus 2k minus of n minus 1 എന്നായിട്ട് മാറും. സോ ഇറ്റ് ഈസ് 2n minus 2k. സോ ഈ കാണുന്നത് ആക്ച്വലി 2n minus n ചെയ്ത n ആവും. n minus 2k plus 1 എന്നാണ് വരിക. സോ ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്ന ഇത് nth ടേം വന്നത് ക്ലിയർ ആയല്ലോ അല്ലെ? ഞാൻ ഇങ്ങനെ എഴുതി പോയെന്നുള്ളൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ nth ഡെറിവേറ്റീവ് എഴുതുമ്പോഴേക്ക് ഇവിടെ 2n minus 2k ഇവിടെ -1 ആണ് നമ്മൾ ചെയ്തത്. y ഡബിൾ ഡാഷ് കാണുന്ന സമയത്ത് 2n minus 2k minus 2 ചെയ്തു. ഇവിടെ x raised to 2n minus 2k minus 2 നിൽക്കുന്ന സമയത്ത് ഇവിടെ -1 വരികയുള്ളൂ.
സോ അവസാനം നമുക്ക് ടേമിൽ എക്സ് റേസ് 0 ആവുമ്പോഴേക്കും, അതായത് എക്സ് റേസ് 2n മൈനസ് 2k ഇത് 0 ആവാൻ എന്താ വഴി? n എന്ന് പറയുന്നത് എന്തായി മാറണം? ഈ 2ന് പകരം നമ്മൾ മൈനസ് ചെയ്യുന്നത് 2n മൈനസ് 2k ആവണം അല്ലെ ലാസ്റ്റ് ടേം വരെ എക്സ് റേസ് 0 ആവുന്ന ടേം. ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ 1 മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളത്. കറക്റ്റ് ആണ് എഴുതിയത്. സോ 2n മൈനസ് 2k മൈനസ് ഓഫ് n മൈനസ് 1 ആണ് ലാസ്റ്റ് ടേം ഉണ്ടാവുക. ദാറ്റ് ഈസ് n മൈനസ് 2k പ്ലസ് 1 എന്ന് വരും. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അങ്ങനെയാണ് വരുന്നതെന്ന്. സോ ഇതിനെ നമ്മൾ ഫാക്ടോറിയൽ ആക്കി മാറ്റി എഴുതണമെങ്കിൽ ടേംസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറഞ്ഞു വന്ന് ഇത് വരെ എത്തി. സോ അതിന് ശേഷമുള്ള ടേംസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ 2n മൈനസ് 2k ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. സോ ഇത് ഫാക്ടോറിയൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ n മൈനസ് 2k ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അതിന് താഴെ നമ്മൾ n മൈനസ് 2k ഫാക്ടോറിയൽ എന്നും വരും. അതാണ് ആക്ച്വലി നമുക്ക് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ എക്സ്പ്രഷൻ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 2n മൈനസ് 2k ഫാക്ടോറിയൽ ബൈ n മൈനസ് 2k ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2k ആണ്. സോ വി ഹാവ് ദിസ് ഇസ് dn ബൈ d എക്സ് റേസ് ടു n ഓഫ് എക്സ് റേസ് ടു 2n മൈനസ് 2k. ഇവിടെ എക്സ് ടേം ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. എക്സ് റേസ് ടു എന്ത് വരും? എക്സ് റേസ് ടു 2n മൈനസ് 2kയുടെ nth ഡെറിവേറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. അതിനെ ഈ എക്സ്പ്രഷനിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. So here we can write this is equal to dn by dx raised to n of x raised to 2n minus 2k. That is this equal to n ഉൾപ്പെടുന്ന ഇവിടെ k ആണ് നമ്മളുടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി, n എല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ n ഉൾപ്പെടുന്ന ടേംസ് ഒക്കെ നമുക്ക് പുറത്ത് നിർത്താം. സോ ദിസ് ഇസ് 1 by 2 raised to n into ഞാനൊരു ടേം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ കുറച്ച് സ്ഥലം വിട്ടു വെച്ചിരിക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. സിഗ്മ k equal to 0 to n by 2. ഈ കാണുന്ന എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരു എക്സ്പ്രഷനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ഹിയർ ഇറ്റ് ഈസ് 1 by k ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് k ഫാക്ടോറിയൽ എന്നൊക്കെ വന്നു. നമുക്ക് n c kയുടെ ഫോർമുലയിൽ n ഫാക്ടോറിയൽ ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് k ഫാക്ടോറിയൽ ആണെങ്കിൽ നമുക്ക് n c k എന്ന് എഴുതാമായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു മുകളിൽ ഒരു n ഫാക്ടോറിയൽ കൂടി ഉണ്ടെങ്കിൽ നമുക്കത് n ഫാക്ടോറി n c k എന്ന് എഴുതാം. അതിനു വേണ്ടി നമ്മൾ മുകളിൽ n ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് പുറത്ത് നമുക്ക് ഇവിടെ n ഫാക്ടോറിയൽ താഴെ ഇടാം. സോ ഇറ്റ് ബിക്കംസ് n ഫാക്ടോറിയൽ ബൈ 2 raised to നമ്മൾ പുറത്തേക്ക് എഴുതി k ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് k ഫാക്ടോറിയൽ dn by dx raised to n of x raised to 2n minus 2k. ഓക്കെ, സോ ഇതിപ്പം ആക്ച്വലി എൻ സി കെയുടെ ഫോർമുലയായി മാറി. സോ വി ഹാവ് 1 by 2 raised to n into n factorial സിഗ്മ k equal to 0 to integer part of n by 2 minus 1 raised to k into n c k dn by dx raised to n of x raised to 2n minus 2k. ഇവിടെ ഡെറിവേറ്റീവ് ഡി എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ എടുക്കുന്നത് നമുക്ക് സമ്മേഷന്റെ പുറത്തേക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഈക്വൽ ടു സം അല്ല ഡെറിവേറ്റീവ് ഓഫ് ദ സം ഓഫ് ടേംസ് ആസ് വെൽ. സം ഓഫ് ദ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദ സം. സോ വി ഹാവ് 1 by 2 raised to n into n factorial dn by dx raised to n of ബാക്കി സം എഴുതാം. സിഗ്മ k equal to 0 to integer part of n by 2. ബാക്കി ടേംസ് എഴുതുകയാണെങ്കിൽ minus 1 raised to k n c k x raised to n minus 2k എന്നുള്ളത് x square raised to n minus k എന്ന് എഴുതാം. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവേ, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, വേറെ ഒരു വഴിയില്ല. ഓക്കെ, സോ ഈ ലാസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ റിസൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. therefore we can conclude that pn of x equal to 1 by 2 raised to n into n factorial. ഈ dn by dx raised to n of this expression, it becomes അതിനിടയ്ക്ക് this can be written as dn by dx raised to n of x square minus 1 whole raised to n. അതെങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റുന്നത്? എനിബഡി? നിങ്ങൾക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം a മൈനസ് ബി ഹോൾ റേസ് ടു എന്നിന്റെ ഫോർമുല എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് സിഗ്മ k equal to 0 to n minus 1 raised to k n c k into a raised to n into b raised to n minus k, isn't it? b raised to n minus k. ഈ ഫോർമുലയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ a raised to n minus k into b raised to k. ഇതായിരുന്നു നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ. ഈ ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഇവിടെ എക്ക് പകരം എക്സ് സ്ക്വയർ ആണുള്ളത്, ബിക്ക് പകരം 1 ആണുള്ളത്. സോ ജസ്റ്റ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് എന്ത് സംഭവിക്കും? എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു n.
അത് ക്ലിയർ ആണോ ആ പറഞ്ഞത്? ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ അറിയാവുന്നതല്ലേ എഴുതാൻ? എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ എ റേസ് ടു എൻ പ്ലസ് എ റേസ് ടു എൻ മൈനസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ബി പ്ലസ് എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ. ഈ സാധനം പരിചയമില്ലേ? അതിനെ നമ്മൾ ഈ സമ്മേഷൻ ഫോമിൽ എഴുതിയതാണ് ഇവിടെ കാണുന്നത്. എക്സാക്ട്ലി ദിസ് ഇസ് സം ഈസ് ആക്ച്വലി ലൈക്ക് ദിസ്. ഇവിടെ എക്ക് പകരം എക്സ് സ്ക്വയർ ആണ്, ബിക്ക് പകരം 1 ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദ ഫോർമുല Pnx equal to 1 by 2 raised to n into n factorial dn by dx raised to n of x square minus 1 whole raised to n. So ഇതാണ് Rodrigue's formula, which is called Rodrigue's formula. ഇതിന്റെ പ്രൂഫ് സഹിതം എല്ലാ സ്റ്റെപ്സും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. കുറച്ചൊന്നല്ല ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ വെരി ലെങ്തി പ്രോസസ്. അതിൽ എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇവിടെ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. വി ഹാവ് Pnx ഈക്വൽ ടു ഇതാണ് അതിന്റെ റീസൺ എഴുതുക, ഇത് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലെ an എന്താണ് എന്നും അതെല്ലാം തന്നെ നിങ്ങൾ ബൈഹാർട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന്റെ പ്രൂഫ് എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ സെക്ഷൻ 27 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സീരീസിന്റെ n+3 റെക്കറൻസ് റിലേഷൻ എഴുതുന്നത്. ദെൻ അവിടെയുള്ള സൊല്യൂഷന്റെ നേച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എക്സിന്റെ ഈവൻ പവേഴ്സോ ഓഡ് പവേഴ്സോ ഉണ്ടാവോ എന്നുള്ള കൺക്ലൂഷനിൽ എത്തിയത്. അത്തരം കാര്യങ്ങളെല്ലാം മുമ്പത്തെ സെക്ഷനിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പോലും ഇത്രയും സ്റ്റെപ്സ് ഉൾക്കൊള്ളിച്ചിട്ടാണ് അവസാനം നമ്മൾ റോഡ്രിഗ്സ് ഫോർമുലയിലേക്ക് എത്തിയത്.